പ്രൈസ് ദി ലോർഡ്. ദൈവരെ അനുഗ്രഹിക്കട്ടെ. ഉപവാസത്തിൻ്റെ 16-ാം ദിവസം പകൽ ദൈവവചനത്തിൻ്റെ നടുവിൽ നമുക്കായിരിക്കാം. ദൈവയ്ക്ക് അവസരത്തിനായി സ്തോത്രം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പകൽ കർത്താവിൻ്റെ മഹാസാന്നിധ്യം നമ്മുടെ പ്രവർത്തിയിൽ മീറ്റിങ്ങുകളിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണി ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഉയരത്തിലെ ദൈവശക്തി 120 പേരടങ്ങുന്ന ഒരു സംഘത്തിലേക്ക് പകരപ്പെടുന്നതായി നമുക്ക് കാണപ്പെടുവാൻ കഴിയുന്നു. കൊടിയ കാറ്റോടെ മുഴക്കത്തോടെ ഒരു പഞ്ചേന്ദ്രിയങ്ങളെ അനുഭവഭേദ്യമാകത്തക്ക നിലയിൽ അവർ ഇരുന്ന സ്ഥലം നിറയ്ക്കത്തക്ക നിലയിൽ ആത്മവാസം അവരനുഭവിപ്പാനിടയായിത്തീർന്നു. അത് പ്രാപിച്ച പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായൊരു വ്യക്തിയെ ചിലർ ചുമന്നുകൊണ്ട് വന്നതും അവിടെ ഇരുത്തിയിരിക്കുന്നതും ഭിക്ഷ യാചിക്കുന്നതുമായ ഒരു വിഷയമാണ് 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 2-ാം അധ്യായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമായതുകൊണ്ട് 2-ാം അധ്യായത്തിൽ ഇരുന്നവരുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി അവരിൽ തന്നെ ഒതുങ്ങിയില്ല. പ്രത്യേകിച്ച് പത്രോസിൽ, യോഹന്നാനിൽ. ഈ ദിവസങ്ങളിൽ പ്രാപിച്ച ദൈവശക്തി നമ്മിൽ തന്നെ ഒതുങ്ങിയിരിക്കുക എന്നുള്ളതല്ല, അടുത്ത ദിവസങ്ങളിൽ പ്രവർത്തന മേഖലകളിലേക്ക് ആ ദൈവശക്തിയുടെ വ്യാപാരം വെളിപ്പെടുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ടാണ് വചനം പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി. കേവലം നിറവായിരിക്കുക എന്നുള്ളതല്ല ഒരു ദൈവത്തിനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മളായിരിക്കും ദേശത്തൊരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വൈദ്യുതി ചാലകങ്ങളിലൂടെ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരുന്ന നിമിത്തം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അത് കത്തിക്കുന്നു, ക്ഷമതയുള്ളതാക്കി മാറ്റുന്നു. ആ വ്യാപാരം നടന്നപ്പോഴാണ് അവിടെ അങ്ങനെയൊക്കെ പ്രവർത്തികൾ ചെയ്തത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവശക്തി നമ്മിൽ തന്നെ നിറവായിരിക്കാനല്ല, നാം മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 120 പേരുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി കേവലം അവരിൽ തന്നെ ഒതുങ്ങിയില്ല, അവർ കടന്നു ചെന്ന മേഖലയിൽ ദൈവ സാന്നിധ്യമായി വ്യാപരിച്ചു. അതേ, ഈ ദിവസം ഉപവാസ പ്രാർത്ഥന ഏറ്റെടുക്കുന്ന ദൈവശക്തിയുടെ മഹത്വം നമ്മുടെ ഭവനത്തിൽ ഒതുങ്ങുക എന്നുള്ളതല്ല, കർത്താവിന് വേണ്ടി സാക്ഷിയാകുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആയതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക, പത്രോസും യോഹന്നാനും കടന്നു ചെന്നപ്പോൾ ജന്മനാ മുടന്തനായ വ്യക്തി എന്തെങ്കിലും ഭൗതികമായി കിട്ടുമെന്ന് നമ്മൾ ചിന്തിച്ചു. സാധാരണ നിലയിൽ നാണയങ്ങൾ ഏതെങ്കിലും പൊന്നോ വെള്ളിയോ കിട്ടുമെന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ അവർ പറയുന്നു, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു, ഞങ്ങൾക്കുള്ളത് നീ പ്രതീക്ഷിച്ച പോലൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്. മറ്റൊന്നുമല്ല, ലോകത്തിന് തരാൻ കഴിയാത്ത സൗഖ്യം, ശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ വിടുതൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ലോകത്തിന് നൽകാൻ കഴിയാത്ത ചിലത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഭൗതികമായി ഒന്നുമില്ലെങ്കിലും ഉയരത്തിൽ ദൈവശക്തി ഉണ്ടെങ്കിൽ അത് ചില മുടന്ത് വ്യാപിച്ച, പക്ഷപാതം ബാധിച്ച, നടക്കുവാൻ കഴിയാതെ ആത്മീയമണ്ഡലത്തിൽ കുതിച്ചുയരാൻ കഴിയാത്ത ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവശക്തി ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ മേൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ്റെ മേൽ ദൈവശക്തി വന്നപ്പോൾ നടന്ന വിടുതലുകൾ എന്തെല്ലാമാണ്. അവൻ നടന്നു, അവർ അവൻ്റെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കണ്ടോ, ചില വ്യക്തിയുടെ വലങ്കൈക്ക് പിടിച്ച് ഈ ദിവസം എഴുന്നേൽപ്പിക്കാൻ തയ്യാറായാൽ ചിലർ നടക്കും. മാത്രമല്ല, ചിലരുടെ കാലും നരിയാണി ഉറയ്ക്കും, അവർ കുതിച്ചുയരും, അവർ ദൈവത്തെ പാടി സ്തുതിക്കത്തക്കവണ്ണം ആലയത്തിൽ നമ്മോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാണ്ടിയായിത്തീരും. ഈ ദിവസം ഏറ്റെടുത്ത ദൈവശക്തി ചിലരുടെ ആത്മീയ തലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. പടിവാദിക്കൽ മാത്രം ഇരിക്കൂ എന്ന് പറഞ്ഞ് അവനെ തളച്ചിട്ട അത് ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് അതീതമായി ദൈവ പദ്ധതി, ദൈവശക്തി അവന് വ്യാപരിച്ചപ്പോൾ അവൻ ആലയത്തിൻ്റെ അകത്ത് ദൈവത്തെ സ്തുതിക്കുന്നവനായി തീർന്നു. മുടന്തൻ, കുരുടൻ, ഇത്യാദിയുള്ള ബാഹ്യമായിട്ടുള്ള ഒരു വ്യക്തിക്കും ആലയത്തിൻ്റെ അകത്ത് കടന്നു വന്ന് സ്തുതിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ശാപമൊന്നും ശാപഗ്രസ്തരെന്ന് പറഞ്ഞ് പുറംപറമ്പിൽ അതേ പാളയത്തിന് പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഈ ജനത്തെ ഉയരത്തിലെ ദൈവശക്തി കടന്നു വന്നപ്പോൾ ആലയത്തിൻ്റെ അകത്ത് ദൈവത്തെ സ്തുതിക്കുമാറാക്കിയെങ്കിൽ അവൻ്റെ വസ്ത്രത്തിനും അവൻ്റെ അപേക്ഷകൾക്കും അവൻ്റെ രീതികൾക്കും സ്വഭാവത്തിനും വ്യത്യാസം വരുത്തി ആ ദൈവശക്തി. അതേ,
പ്രാപിക്കുന്ന ദൈവശക്തി നമ്മുടെ നിലവാരങ്ങൾക്ക് വ്യത്യാസം വരുത്തും. നാം ഇടപെടുന്ന വ്യക്തികളിൽ വ്യത്യാസങ്ങൾ വരുത്തും. അതേ വലിയ രൂപാന്തരങ്ങൾക്ക് കാരണമായി തീരും. ദേശത്ത് ചിലരെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം നാം ആയിരിക്കുന്ന പട്ടണത്തിൽ, ദേശത്തിൽ, ഗ്രാമത്തിൽ ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം നാം പ്രാപിച്ച ദൈവശക്തി ഉദാത്തമാക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആയതുകൊണ്ട് പ്രാപിക്കാം ദൈവകൃപ, പ്രാപിക്കാം ദൈവശക്തി, പ്രാപിച്ചത് കൈമാറാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, വചനം കേൾക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. ദൈവയാൽ പൊതിയും. ഈ ദിവസങ്ങൾ വൻ ദൈവകൃപ പ്രാപിച്ച് സമൂഹത്തിൽ, ലോകത്തിൽ ഞങ്ങൾ ഇറങ്ങിച്ചൊല്ലുമ്പോൾ അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ ഈ ദിനങ്ങൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ. തിരുനാമം ഞങ്ങളോട് മഹിമപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.